അപ്പം ഞങ്ങൾക്കതിൽ എല്ലാവർക്കും സന്തോഷമാണുള്ളത്. കാരണം ഒരു അധ്യാപക കുടുംബം അത്തരത്തിലുള്ളൊരു സൗഭാഗ്യമൊക്കെ കിട്ടുന്ന കുടുംബങ്ങൾ തന്നെ വളരെ കുറവുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഞാൻ എറണാകുളത്ത് കേരള ടൈംസ് എന്നു പേരായ ഒരു പത്രവുമായി വളരെ ബന്ധപ്പെട്ടിരുന്നു. 1980 എൻ്റെ ഭാര്യയുടെ അമ്മയുടെ അനുജത്തിൻ്റെ വീട്ടിൽ ഒരു കല്യാണം, അത് അർത്തുങ്കലാണ്. അപ്പോൾ അവിടെ പോകണം. അപ്പോൾ എൻ്റെ കൂടെ എന്നെ ബോട്ട് കയറ്റാൻ വന്ന സുഹൃത്തിനോട്, ജോർജ് പോളയിൽ നിന്നായിരുന്നു അതിൻ്റെ ഈ പത്രത്തിൻ്റെ സർക്കുലേഷൻ മാനേജറായിരുന്നു ജോർജ് പോളയിൽ, മരിച്ചുപോയി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു തന്ന ഒരു ഷർട്ട് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, ഇവിടെ റെഡിമെയ്ഡ് ഷർട്ട് കിട്ടുന്ന സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് നല്ല റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കടയുണ്ട്, നമുക്ക് അവിടെ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഷർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ അവിടെ തയ്ക്കുന്നതാണ്, അവിടെ തയ്ച്ചിട്ടിങ്ങനെ തൂക്കിയിടുന്നതാണ്. ആ കൂട്ടത്തിൽ 2-3 ജുബ്ബകളും കിടക്കുന്നത് കണ്ടു. അപ്പോൾ എന്നോട് വെറുതെ ഈ കൂടെ ഉണ്ടായിരുന്ന ജോർജ് പോളയിൽ പറഞ്ഞ്, എടോ ആ ജുബ്ബ, ആ നല്ല PG സിൽക്കിൻ്റെ ജുബ്ബയാണ് തൂങ്ങിക്കിടക്കുന്നത്, നല്ല ഡിസൈനൊക്കെ ഉണ്ട്, അതിട്ടാൽ തനിക്ക് നല്ല ഭംഗിയായിരിക്കും എന്ന് വെറുതെ പറഞ്ഞതാണ്. ശരി, ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് കരുതി വാങ്ങിച്ചു. 35 രൂപയ്ക്ക് ആ ജുബ്ബ വാങ്ങി. മുണ്ടും ജുബ്ബയും അണിഞ്ഞ് അവിടെ ചെന്നു. വാസ്തവത്തിൽ അവിടെ ചെന്നിട്ട് എല്ലാവരും ശ്രദ്ധിച്ചത് എൻ്റെ ജുബ്ബയെ തന്നെയാണ്. അത്ര മനോഹരമായ ജുബ്ബയായിരുന്നു അത്. എനിക്ക് തോന്നുന്നു മണവാളിനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാം, ഏറ്റു എന്നൊരു തോന്നി. പിന്നെ ഷർട്ട് ഞാൻ ഒരിക്കലും വാങ്ങിയിട്ടില്ല, ഒരിക്കലും തയ്പ്പിച്ചിട്ടുമില്ല. നല്ല ജുബ്ബ അവിടെ കിട്ടുമായിരുന്നു. ജുബ്ബ തയ്ക്കുന്ന ആളുകളും എറണാകുളത്ത് ജോസ് ബദേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ജുബ്ബ നന്നായിട്ട് തയ്ക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു, വിദഗ്ധന്മാരായ ആളുകളാണ്. അപ്പോൾ അന്ന് ജുബ്ബ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എംബ്രോയ്ഡറി അധികം ഉണ്ടായില്ല. പക്ഷേ ഞാൻ പിന്നീട് ഈ എംബ്രോയ്ഡറി വെച്ച ജുബ്ബ തന്നെയാണ് അണിഞ്ഞത്. അത് പിന്നെ മാറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എല്ലാവരും അന്നത്തെ എൻ്റെ ആകൃതിയും കുറച്ച് മുടിയൊക്കെ കൂടുതലുണ്ടായിരുന്നു. ഓരോ വേദികളിലൊക്കെ ചെല്ലുമ്പോൾ പൊതുവെ ശ്രദ്ധിക്കുന്ന ഒരു രൂപമായി തീർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജുബ്ബ ഉപേക്ഷിക്കാതെ ഒരു 43 കൊല്ലത്തോളം ആയി. ഞങ്ങളുടെ കുടുംബം ഒരു സാധാരണ കുടുംബം, അധ്യാപക കുടുംബമാണ്. ഞാനും ഭാര്യയും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെയാണ്. ഞാൻ മിക്കവാറും ഞാൻ പഠിപ്പിച്ച സ്കൂൾ കൂടിയാണത്. ഭാര്യ കുറച്ചുകൂടി കൊടുങ്ങല്ലൂർ ഭാഗത്താണ് ഭാര്യയുടെ വീട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ജോലിയൊക്കെ കിട്ടി, ഞാൻ വിവാഹം ചെയ്ത് വന്നതിന് ശേഷമാണ് അധ്യാപികയായി. ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ്. ഭാര്യ മലയാളം ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായിരുന്നു. ഞാൻ UP സ്കൂളിലായിരുന്നു. എൻ്റെ ക്വാളിഫിക്കേഷൻ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ UP അധ്യാപകനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ദീർഘകാലം അവിടെ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അധ്യാപക ജീവിതത്തിന് ഇടയിലാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ ഈ സ്കൂളിനടുത്ത് തന്നെ ഒരു സ്ഥലം വാങ്ങിയതും വീടുണ്ടാക്കിയതും എല്ലാം ഞങ്ങളുടെ ഈ പരിശ്രമം കൊണ്ടാണ്. അധ്യാപന ജീവിതത്തിലെ പരിശ്രമം കൊണ്ട് തന്നെയാണ് ഞങ്ങളതെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ മക്കളെ എല്ലാം ഞങ്ങൾ പുറത്തൊക്കെ ഒന്നും വിട്ടു പഠിപ്പിച്ചില്ല. ഞങ്ങളുടെ വിദ്യാലയത്തിൽ തന്നെ പഠിപ്പിക്കണമെന്ന് നിർബന്ധമുള്ളവരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മക്കളെ 2 പേര്, ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മകൻ നവനീത്, ഇളയാൾ, മൂത്തത് ശാരിക. അപ്പോൾ ഇവരും ഞങ്ങളുടെ വഴിക്ക് പോരാനാണ് ആഗ്രഹിച്ചത്. ഞങ്ങൾ ജോലി ചെയ്തിരുന്ന മാനേജ്മെൻറ്റിൽ തന്നെ നിയമനം കിട്ടി. നവനീത് ഇംഗ്ലീഷ് അധ്യാപകനായി. അങ്ങനെയാണ് 2 പേരും ഇപ്പോൾ ഇവിടെ ഞങ്ങൾ പഠിപ്പിച്ച ഞങ്ങളുടെ സ്ഥാനത്ത് എൻ്റെ മകനും മകളും ജോലി നോക്കുന്നു. മകളുടെ ഭർത്താവ് അധ്യാപകനാണ്. മകളുടെ ഭർത്താവിൻ്റെ പേര് ജോർജ് അലോഷ്യസ് എന്നാണ്. ഇടവനക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വളരെ പ്രസിദ്ധമായൊരു വിദ്യാലയമാണ് KPMHS. ഇപ്പോൾ അത് STPY KPMHS എന്നാണ് അറിയപ്പെടുന്നത്. ആ വിദ്യാലയത്തിൽ അധ്യാപകനാണ്. നല്ല വിദ്യാലയമാണ്. പിന്നെ മകൻ്റെ ഭാര്യ നമ്മുടെ പറവൂർ ഗവൺമെൻറ് ഗേൾസ്, ഇപ്പോൾ അവിടെ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കതിൽ എല്ലാവർക്കും സന്തോഷമാണുള്ളത്. കാരണം ഒരു അധ്യാപക കുടുംബം അത്തരത്തിലുള്ളൊരു സൗഭാഗ്യമൊക്കെ കിട്ടുന്ന കുടുംബങ്ങൾ തന്നെ വളരെ കുറവുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അതും സന്തോഷകരമായ ഒരു കാര്യമാണ്.